യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ താഴ്ചയും നമ്മെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം വീണു പോകാണ്ട സ്ഥാനത്ത് നമ്മെ കരം പിടിച്ച് നടത്തിയ, നമ്മെ താങ്ങിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുനിമിഷവും നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരാം. സകലവിധ നന്മകളാലും നിറച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമാക്കി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും അധികം ഫലമുള്ളവരായി തീരണമെന്നത്രേ. സ്തോത്രം. നാം എല്ലാവരും ഫലം കായ്ക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, ഈ പൽക്കാലം അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറത്തു വരണമേ എന്ന്. സ്തോത്രം. ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ഒക്കെ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികൾ നമ്മളെക്കുറിച്ച് കാണും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ യാത്രയുടെ മധ്യത്തിലായിരിക്കാം, ചിലപ്പോൾ നാം ഭവനത്തിലായിരിക്കുമ്പോഴേക്കും, എവിടെയായിരുന്നാലും നാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഈ പൽക്കാലം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. അങ്ങനെ ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. അതെ, 1-ാം വാക്യം മുതൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, ഫലം കായ്ക്കാത്തവയെ പറ്റി പറയുന്നുണ്ട്, ഫലം കായ്ക്കുന്നവയെ പറ്റി പറയുന്നുണ്ട്, അധികം ഫലം കായ്ക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അധികം ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ അതിനെ ചെത്തി വെടിപ്പാക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ വ്യക്തി കർത്താവിൽ വസിക്കുവാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ വസിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവരിൽ നിന്ന് വളരെ ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെ വളരെ ഫലം പുറത്തു വരുവാനായിട്ട് തുടങ്ങും. ഈ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു വന്ന ഒരു ദൈവ പൈതൽ ഫലം കായ്ക്കുവാൻ തുടങ്ങുമ്പോൾ അവനിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അവനെ ഒതുക്കുവാൻ പറ്റാത്ത രീതിയിൽ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീരാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? പിതാവ് മഹത്വപ്പെടും. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, നമ്മെ ഈ ലോകത്ത് കർത്താവ് ജീവനോടെ മധ്യത്തിൽ ആക്കിയിരിക്കുന്നത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ ഫലം പ്രതീക്ഷിച്ചു കൊണ്ടല്ല, വളരെയധികം ഫലം എന്നിലും നിങ്ങളിലും പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കർത്താവ് നമ്മെ ഈ ലോകത്ത് ജീവനോടെ മധ്യത്തെ ആക്കിയിരിക്കുന്നത്. അങ്ങനെക്ക് ഫലമുള്ളവരായിട്ട് നമുക്ക് തീരാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ നമ്മിൽ നിന്ന് ഫലമുള്ളവരായിട്ട് നാം മാറേണ്ടതിനായിട്ട് നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, എന്നിൽ കായ്ക്കത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത് ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ സ്തോത്രം, ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു. കാരണം അതുകൊണ്ട് വളരെ പ്രയോജനമില്ലാത്തത് കൊണ്ട് അതിനെ എന്ത് ചെയ്ത് നീക്കിക്കളയുന്നു. മറിച്ച് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാനും നിങ്ങളും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും പ്രയാസമില്ല, എനിക്ക് മാത്രം എന്താ, ഞാൻ കർത്താവിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നാൽ എന്റെ ജീവിതത്തിൽ മാത്രമാണല്ലോ ഈ കഷ്ടത, ഈ രോഗം, ഈ പ്രയാസം എന്നൊക്കെ പറയാറുണ്ട്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളും പോലും അറിയാതെ നമ്മിൽ നിന്ന് ഒരു ഫലം പുറത്തു വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? മെനയുവാനായിട്ട്, പണിയുവാനായിട്ട്, കർത്താവിന്റെ ഹൃദയപ്രകാരം നമ്മൾ ആയിത്തീരേണ്ടതിനായിട്ട് നമ്മെ ചെത്തി വെടിപ്പാക്കുവാനായിട്ട് ഇടയെത്തിയിരുന്നത്.
അവിടെ ഫലം കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിനായിട്ട്. അപ്പോൾ കർത്താവിന് അറിയാം നമ്മളിൽ നിന്ന് അധികം ഫലം പുറത്തു വരുമെന്ന്. ആ ഒരു അധികം ഫലം പുറത്തു വരേണ്ടതിനായിട്ട് ചെത്തി വെടിപ്പാക്കുവാനായിട്ട് ഇടയത്തിന്. കാരണം കർത്താവിന്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നു, നമ്മിൽ നിന്ന് ജീവൻ ഫലം പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഫലമില്ലാതെ നമുക്ക് ഇരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ആ ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കർത്താവിന്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അത് വ്യാപരിക്കുന്നതിന് തടസ്സമായതിനൊക്കെയും എന്ത് ചെയ്യുന്നു, വെടിപ്പാക്കുവാനായിട്ട് ഇടയായിത്തീരാം. ആ ചെത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് മുറിവുകൾ കടന്നു വരാം, നമുക്ക് വേദനകൾ കടന്നു വരാം, നമുക്ക് കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കടന്നു വരാം, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു, തോട്ടക്കാരനായിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ഒരു അനുഭവത്തിൽ ആയിരിക്കുമ്പോഴും അതിനെ പൊതിഞ്ഞ് കാക്കുവാനായിട്ട് ഇടയായിത്തീരാം. ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ നടുന്ന ഒരു തോട്ടക്കാരനെ നമുക്കറിയാം. ആ വൃക്ഷം നല്ല ഫലം കായ്ക്കുമെന്ന് മനസ്സിലാക്കുന്ന തോട്ടക്കാരൻ അതിന്റെ ചുറ്റുപാടും എല്ലാം എന്ത് ചെയ്യുന്നു, കളകളൊക്കെ പറിച്ചു കളയുവാനായിട്ട് ഇടയെത്തില്ല. ആ പറിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിൽ ആ ചെടിക്ക് ചില ഇളക്കങ്ങൾ സംഭവിക്കാം, അതിന്റെ വേരുകൾക്ക് ചില എന്ത് ചെയ്യുന്നു, ഇളകുവാനായിട്ട് ഇടയെത്തിരും. പക്ഷേ ആ വേരുകൾക്ക് മുറിവ് സംഭവിക്കാം, അതിന്റെ ശാഖകൾക്ക് ബ്രാഞ്ചുകൾക്ക് ചില മുറിവുകൾ സംഭവിക്കാം വെട്ടുന്ന സാഹചര്യത്തിലൊക്കെ. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും തോട്ടക്കാരന്റെ ഒരു പ്രതീക്ഷയുണ്ട്. ഇത് നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല തോട്ടക്കാരൻ ചെയ്യുന്നത്, ഇതിൽ നിന്ന് നാളെ ഒരു അധികം ഫലം പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് തോട്ടക്കാരൻ ചെയ്യുന്നത്. ഈ ഇളക്കങ്ങൾ സൃഷ്ടിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, അതിനാവശ്യമായ വെള്ളവും വളവും കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ ഈ ഇളക്കം തട്ടിയ ചെടിയുടെ വേരുകൾ ആഴത്തിലേക്ക് ചെന്ന് പതിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അതൊരു സ്ട്രോങ് ആയിട്ട് വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരാം. അത് അങ്ങനെ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമോ, ഒരു കാറ്റിനോ ഒരു പേമാരിക്കോ ഒന്നിനും ഈ വൃക്ഷത്തെ ഇളക്കി കളയുവാൻ ഇടയാക്കാത്തവണ ഏത് ഉഷ്ണത്തിലും ഏത് വേനന്റെ അനുഭവത്തിലായിരുന്നാലും ഇത് ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. മറ്റത് എന്ത് ചെയ്യുന്നു, ചുറ്റുപാടും നിൽക്കുന്ന പലതിൻ്റെയും ഒരു തണലിലായിരിക്കും നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അധികം ഫലം കായ്ക്കില്ല. ഇതിലേക്ക് പകരപ്പെടുന്നതൊക്കെയാ മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടൊക്കെയാ എന്ത് ചെയ്യുന്നു, പലയിടത്തേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അനുഭവത്തിൽ മറ്റെല്ലാത്തിനും അങ്ങ് മാറ്റും. നീ എന്റെ ജീവിതത്തിനകത്ത് ചില ഒറ്റപ്പെടലുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് നിന്നിൽ നിന്ന് അധികം ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. കൂട്ടത്തോടെ നിന്ന് കഴിഞ്ഞാൽ ആ ഫലം പുറത്തു വരുവാനായിട്ട് കഴിയത്തില്ല. അതേ സ്തോത്രം, നിന്നെ ഒറ്റയ്ക്കാക്കി എന്ത് ചെയ്യുന്നു, ആ വേര് ക്രിസ്തുവാക്കുന്ന പാറമേലിലേക്ക് ഉറപ്പിച്ചിട്ട് ആ ക്രിസ്തുവിന്റെ ജീവൻ നിന്നിലേക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നിന്നിൽ നിന്ന് അധികം ഫലം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ചെത്തുന്ന സാഹചര്യങ്ങൾ വേദന ഉണ്ടാകാം, കണ്ണുനീരുണ്ടാകാം. പക്ഷേ ആ തോട്ടക്കാരൻ മനസ്സിലാക്കുന്നത് പോലെ നാം ഓരോരുത്തരും ആ നല്ല തോട്ടക്കാരനായിരിക്കുന്ന യേശു കർത്താവിന്റെ കീഴിലായിരിക്കുന്നത്. ആ തോട്ടക്കാരന് അറിയാം, സ്തോത്ര ഹല്ലേലൂയ, നമ്മെ എങ്ങനെ പണിയണമെന്ന്, നമ്മെ എങ്ങനെ മെനയണമെന്ന്, നമ്മെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെന്ന്. സ്തോത്ര ഹല്ലേലൂയ. ചില കളകളെ അങ്ങ് മാറ്റുമ്പോൾ നാം ഉറച്ചു നിൽക്കുന്ന ചില ബന്ധങ്ങൾ കാണുമായിരിക്കാം. അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ നമുക്ക് ഒത്തിരി വേദന ഉണ്ടാകും, നമുക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷേ ആ ബന്ധം നമ്മുടെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറത്തു വരാൻ കഴിയില്ല. അതിനെ അങ്ങ് കർത്താവ് പതുക്കെ അങ്ങ് ചെത്തിക്കളയുവാനായിട്ട് ഇടയായിത്തീരും. പറയാറില്ലേ, ഒരിക്കലും പിരിയത്തില്ല എന്ന് പറഞ്ഞിരുന്ന ബന്ധമാണ്. എന്തു പറ്റിയേ പ്രിയ ദൈവം, ഇതിലെ ഭാരപ്പെടേണ്ട കാരണം എന്താ? അത് കർത്താവ് ചിലതിനെ അങ്ങ് മാറ്റിയതാ. ഹല്ലേലൂയ. നീ അവിടെ നിൽക്കുന്നിടത്തോളം, ഇല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനോടൊപ്പം നിന്നിൽ നിന്ന് ഫലം പുറത്തു വരികില്ല. കർത്താവിന് നിന്നെ ആവശ്യം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ ഒരു അനുഭവം, ക്രിസ്തുവിന്റെ ജീവൻ നിന്നിലേക്ക് വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനൊക്കെയും അത് ബന്ധങ്ങളാകട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവ് അതിനെങ്ങും നീക്കി കളയുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിന്റെ ജീവൻ അവരിലേക്ക് പ്രവഹിക്കുവാൻ, അതിന് തടസ്സമായി നിൽക്കുന്നതിനൊക്കെയും കർത്താവ് അവരിൽ നിന്ന് നീക്കി കളയുവാനായിട്ട് ഇടയെത്തിരും. സ്തോത്രം. ഹല്ലേലൂയ. അവരിൽ കൂടി അധികം ഫലം
പുറത്തു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു ശുദ്ധി ഉള്ളവരായി തീരും. നാം കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കടക്കുവാനായിട്ട് തിരുമ്പാ കാണുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ആ ഒരു പണിയാ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായി തീരുന്നത്. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അടുത്ത് കാണുന്നു, എന്നിൽ വസിക്കുക. ഹല്ലേലൂയ. നാം കർത്താവിൽ വസിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ കർത്താവിൽ വസിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ മുന്തിരി വള്ളിയുടെ ജീവൻ നമ്മളിലേക്ക് പ്രവഹിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ഇങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുവാനായിട്ട് ഇടയെത്തിരും. നാം എന്ത് ചെയ്യുമ്പോഴോ, എന്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴോ ഈ വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ വചനത്തിൽ നാം പണിയപ്പെടുവാനായിട്ട് ഇടയെത്തിരും. ഈ വചനത്തിൽ നാം രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയെത്തിരും. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിന്റെ വചനത്തിൽ വസിക്കുക. ആ വചനത്തിനകത്ത് ഞാനും നിങ്ങളും ഹല്ലേലൂയ പണിയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു അനുഭവത്തിലേക്ക് കയറുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ നമ്മിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്രം നാം ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ? കർത്താവിന് വേണ്ടേ? കർത്താവ് ആയുസ് തരുമ്പോൾ, ആരോഗ്യം തരുമ്പോൾ ഞാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓരോ ദിവസം തള്ളിവിടുകയല്ല. നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയോടായിരിക്കാം കർത്താവിനെ കുറിച്ച് പറയുവാൻ കിട്ടിയ ആ അവസരത്തെ ഞാൻ നിങ്ങൾ പാഴാക്കി കളയരുത്. സ്തോത്രം. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നാം എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ആത്മാവിനോട്, ഒരു വ്യക്തിയോട് കർത്താവിനെ കുറിച്ച് പറയാൻ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞാൽ അതാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യ നിമിഷമെന്ന് പറയുന്നത്. സ്തോത്രം. അതാ കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന. സ്തോത്രം. അത് മാത്രമല്ല, ആ കർത്താവിൽ വസിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോൾ ആ വചനം എന്ത് പറയുന്നു, ആ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുവാനായിട്ട് നാം ഇടയെത്തിരും. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കുവാനായിട്ട് ഇടയായിത്തീരുക. നാം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത് കാണുവാൻ സാധിക്കും, ദൈവത്തിന്റെ വചനത്തിൽ നാം വസിക്കും. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ കാണും, നിങ്ങൾ എന്നിലും എന്റെ വചനത്തിൽ വസിക്കണം. അപ്പോൾ ഒന്നാമത് നാം ഫലം കായ്ക്കണമെങ്കിൽ, നമ്മിൽ നിന്ന് അധികം ഫലം പുറത്തു വരണം, നാം വളരെ ഫലം കായ്ക്കണമെങ്കിൽ നാം കർത്താവിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന. കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയാം? കർത്താവിന്റെ വചനത്തിൽ വസിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അതെ, ആ വചനത്തിനകത്ത് പണിയപ്പെടേണ്ടതിനായിട്ട്, ആ വചനത്തിനകത്തേക്ക് നാം ഒന്ന് ഇറങ്ങുവാനായിട്ട് നമുക്ക് കഴിയണം. സ്തോത്രം. ആ ഒരു വചനത്തിനകത്തേക്ക് നാം ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് 7-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങൾ വസിച്ച നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നാം കർത്താവിന്റെ വചനത്തിൽ അങ്ങോട്ട് വസിച്ചു തുടങ്ങുവാനായിട്ട് ഇടയെത്തിരുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ചായിരിക്കും നാം മുന്നോട്ട് യാത്ര ചെയ്യുന്ന. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം എന്ത് അപേക്ഷിക്കുന്നുവോ അത് നമുക്ക് ലഭിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം എന്തെങ്കിലും അപേക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നാം ചിന്തിച്ചു നോക്കുക, നാം കർത്താവിന്റെ വചനത്തിൽ വസിക്കുന്നുണ്ടോ എന്ന്. സ്തോത്ര. കർത്താവിന്റെ വചനത്തിനകത്ത് വിടുതലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി കർത്താവിന്റെ വചനത്തിനകത്തുണ്ട്. നാം ആ വചനത്തിൽ വസിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വചനത്തെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുവാൻ, ആ വചനം നമ്മുടെ മേൽ പ്രവർത്തിക്കേണ്ടതിനായിട്ട്, അത് വിശ്വാസമായി പരിണമിക്കപ്പെടേണ്ടതിനായിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ വിഷയത്തിനകത്ത് ആ വചനത്തെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ, വിശ്വാസത്താൽ ദൈവത്തിന് മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ നാം ആഗ്രഹിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്ന, നാം അപേക്ഷിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നാം ദൈവവചനത്തിൽ വസിക്കുക. ഹല്ലേലൂയ. ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ തയ്യാറാക്കുക. ദൈവവചനത്തിൽ അനുസരിച്ച് നാം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാക്കുക. സ്തോത്രം. അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് വചനത്തിൽ കാണുന്നു. 10-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് എന്റെ സ്നേഹത്തിൽ വസിക്കും. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാ ഒരു ദൈവ പൈതലിന് സ്തോത്രം
കർത്താവിനെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവ് എന്താ കൽപ്പന നമുക്ക് തന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. പ്രിയ ദൈവമക്കളെ, ഈ കൽപ്പന ഞാനും നിങ്ങൾ പ്രമാണിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ഞാനും നിങ്ങൾ ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരിക. നാം പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലുള്ള ആരെയും സ്നേഹിച്ചില്ലെങ്കിൽ, കൂടെ ഉള്ളവരെ സ്നേഹിച്ചില്ലെങ്കിൽ കർത്താവിനെ നമുക്ക് ഭയങ്കര സ്നേഹമാണെന്ന് നമുക്ക് പറയും. പക്ഷെ വചനത്തിൽ കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും? പ്രിയ ദൈവമക്കളെ, അടുത്തുള്ള നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന നമ്മോടൊപ്പം ആയിരിക്കും നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു കാര്യവുമില്ല. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ. ഇനി സ്നേഹിക്കാമെന്നല്ല, നമ്മെ സ്നേഹിച്ചിരിക്കുക കർത്താവ്. അതുപോലെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. അപ്പൊ കർത്താവ് എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? തന്റെ സ്വന്തം ജീവനെ തന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന, പ്രദർശിപ്പിച്ചു തന്ന പിതാവ് കാണുവാൻ സാധിക്കും. തന്റെ സ്വന്തം ഓമനപുത്രന്റെ നമുക്ക് വേണ്ടി തന്ന പിതാവ് തന്റെ നമ്മളെ കുറിച്ചുള്ള സ്നേഹത്തെ ലോകത്ത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഈ ഒരു സ്നേഹത്തിന്റെ ലിങ്കാണ് നമ്മുടെ ജീവിതത്തിനകത്തും വെളിപ്പെട്ടു വരേണ്ടത്. സ്തോത്രം. പക്ഷേ ഒരു സ്വാർത്ഥതയായിട്ട് ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ കരുതുവാനോ കഴിയാതെ ഇരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ എന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരുടെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകല്ലെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നാം മറ്റുള്ളവരെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് എന്ത് ചെയ്യുന്നു? കർത്താവ് നമ്മോട് കൽപ്പന തന്നിരിക്കുന്നത്. ഈ കൽപ്പനയെ പ്രമാണിച്ചാൽ എന്ത് ചെയ്യുന്നു? എന്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പൊ ഈ കൽപ്പനകളെ പ്രമാണിക്കാത്ത ഒരു ദൈവ പൈതന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവന് ഫലം കായ്ക്കുവാൻ കഴിയില്ല. അവനിലേക്ക് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കത്തില്ല. നാം ഈ കൽപ്പന പ്രമാണിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? കർത്താവ് മറ്റുള്ളവരെ നാം സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയത്തിൽ. കാരണം സ്നേഹത്തിന് ഉറവിടമാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരോടും ക്ഷമിക്കുന്ന ഒരു കർത്താവ്, അവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, അവര് നഷ്ടപ്പെട്ടു പോകല്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ക്രൂശിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയതേ മക്കളെ, നമുക്ക് നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഈ പൽക്കാലം ചിന്തിക്കുക. നാം എല്ലാം ഫലം കായ്ക്കണമെന്ന് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫലം പുറത്തു വരാതിരിക്കുന്നത് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാ. സ്തോത്രം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം കാണുന്നവരോട് നാം ഇന്ന് കാണുന്നവരെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. നാം ചിന്തിച്ച് നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, അവരോട് പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ, അവരെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അവിടെയാ നാം പോലും അറിയാതെ നമ്മിൽ നിന്ന് ഫലം പുറത്തു വരുന്നത്. ആ ക്രിസ്തുവിന്റെ സ്നേഹം അവരിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ കൽപ്പനകൾ അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ച എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. അങ്ങനെ ഒരു അനുഭവത്തിൽ കടന്നു വന്ന ഞാൻ നിങ്ങളും ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മളിലേക്ക് പകർന്നു തന്ന ക്രിസ്തുവിന്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾ ഫലമുള്ളവരായി തീരണമെന്ന്. അത്ര സ്തോത്രം. അതേ ഫലമുള്ളതിനെ കർത്താവ് അധികം ഫലം കായ്ക്കേണ്ടതിനായിട്ട് ചെത്തി വെടിപ്പാക്കുവാനായിട്ട് ഇടയത്തീരും. ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ
ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നാം കർത്താവിൽ വസിക്കുവാനായിട്ട് ഇടയായി തീർന്ന, കർത്താവിന്റെ വചനത്തിൽ വസിക്കുവാനായിട്ട് ഇടയായി തീർന്ന, കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഈ ഒരു അനുഭവത്തിലേക്ക് കയറണമെങ്കിൽ നാം കർത്താവ് നമുക്ക് തന്ന കൽപ്പനകൾ നാം പ്രമാണിക്കുവാനായിട്ട് ഇടയായി തീർണം, നാം അനുസരിക്കുവാനായിട്ട് ഇടയായി തീർണം, അതിന് സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ ലോക ജീവിതം നമുക്ക് വേണ്ടി മാത്രം തീർക്കുവാനല്ല, നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതായി തീരുവാൻ. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് നല്ല ഫലം പുറത്തു വരുക. നമുക്കറിയാം ഫലം എന്താണെന്ന്. ഗലാത്യർ ഇതിലെ ലേഖനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരമാവധി, ഇങ്ങനെ 9 ഐറ്റത്തെ പറ്റി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മളാലാവോളം നാം മറ്റുള്ളവർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാ നമ്മിൽ നിന്ന് ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ഒരു വർഷം ദൈവം നമുക്ക് ദാനമായി തന്നുവെങ്കിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമ്മിൽ നിന്ന് അധികം ഫലം പുറത്തു വരാനൊട്ട് കഴിയുമെന്ന്. ഹല്ലേലൂയ. അത് പ്രതീക്ഷയോട് കൂടിയാണ് കർത്താവ് നമുക്ക് ആയുസ് തന്ന് ആരോഗ്യം തരുന്നത്. വചനത്തിൽ കാണുന്നു, ഒരു വർഷം കൊണ്ട് നിൽക്കട്ടെ, ഫലം തന്നില്ലെങ്കിലോ, ഫലം തന്നില്ല എങ്കിൽ വെട്ടിക്കളയെന്ന മധ്യസ്ഥ പ്രകാരം കർത്താവ് നമ്മെ ഈ ലോകത്ത് ആയുസോടെ നിർത്തിയിരിക്കുമ്പോൾ പ്രിയ ദൈവ മക്കളെ, ഞാൻ നിങ്ങൾ ഫലമുള്ളവരായി തീരണം. ഹല്ലേലൂയ. എന്നിലും നിങ്ങളിൽ കൂടി പിതാവ് മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന, എന്നിലും നിങ്ങളിൽ കൂടി സ്തോത്ര അനേകം പേർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്ര. പാപത്തിൽ കിടക്കുന്ന അനേകം പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. തകർന്ന അനുഭവത്തിൽ കിടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരോട് നാം കർത്താവിന്റെ സ്നേഹത്തെ പറയുവാനായിട്ട് ഇടയത്തിന, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ഈഗോകൾ മാറ്റിവെച്ച്, നമ്മുടെ സ്റ്റാറ്റസും പദവികളൊക്കെ മാറ്റിവെച്ചിട്ട് വേദനയുടെയും ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ ഇരിക്കുന്നവരിലേക്ക് നമുക്കൊന്ന് എത്തിച്ചേരുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തെ ഒന്ന് തൊടുവാൻ, അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് പകരുവാൻ. അതുകൊണ്ട് അതങ്ങനെ കഴിയണമെങ്കിൽ നാം അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അവരെ സ്നേഹിച്ചാൽ മാത്രമേ അവരുടെ ഹൃദയത്തിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഇല്ലെങ്കിൽ അവർക്ക് വന്നാൽ എനിക്കെന്ത് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ മാറുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തി വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്തൊരു പിടയൽ, ഒരു വേദന കടന്നു വരുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ വാസ്തവമായി കർത്താവിന്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ട്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നീ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ തയ്യാറാക്കണം. സ്തോത്ര. ഹല്ലേലൂയ. അവരുടെ അടുക്കിലേക്ക് ഒന്ന് ചെന്നിരുന്നു കൊണ്ട് നീ ഭാരപ്പെടേണ്ട, ഈ വിഷയത്തിനകത്ത് ദൈവ അത്ഭുതം പ്രവർത്തിക്കുക, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുക. നമ്മൾ ആ കഴിവോളം അവരെ സഹായിക്കുക. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ നമുക്ക് അവരെ ഒന്ന് സഹായിക്കുക, അവരെ ഒന്ന് സ്തോത്രം, അവരെ ബലപ്പെടുത്തുവാൻ കഴിഞ്ഞ. അതുകൊണ്ട് വചനത്തിൽ പറയും, ശിഷ്യന്മാരുടെ നാവ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാക്കും. നാം അവരെ മുറിപ്പെടുത്തുമെന്നവരായിട്ടല്ല വേദനയുടെ മധ്യത്തിൽ, നാം അവരുടെ വേദനയുടെ മധ്യത്തിൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ. പ്രിയ ദൈവമക്കളെ, നമുക്ക് അവർക്ക് ഒന്നും കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്തോ പറഞ്ഞ് നാം അവരുടെ അടുക്കൽ ചെന്നിരുന്നു ഒന്ന് തലോടുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നാം പോലും അറിയാതെ നമ്മിൽ നിന്ന് നിറയപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം അവരിലേക്ക് വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ലൈഫ് തന്നെ മാറുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കും, അയ്യോ എനിക്ക് വലുതായിട്ടൊന്നും അവരോടത്ത് പറയാനായിട്ടില്ല. വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് ചെന്ന് അടുത്ത് ചെന്നിരുന്നു കൊണ്ട് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ തന്നെയും വളരെയധികം ആശ്വാസം പ്രാപിക്കുന്ന അനേകം പേർ ഈ ലോകത്തുണ്ട്. ഒരു ആശ്വാസം ലഭിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. പ്രിയ മക്കളെ, ആവോളം നാം കർത്താവിന് വേണ്ടി നിൽക്കണം. ആവോളം നാം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീർണം. അപ്പോഴാ പിതാവ് മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്ന. സ്തോത്രം. ആയുസ്സും ആരോഗ്യവും ബലവും കർത്താവ് തന്നിരിക്കുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ഫലം പുറത്തു വരണമെന്ന് കർത്താവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരാറുണ്ട്. കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ വചനത്തിൽ വസിച്ച, പക്ഷെ അവിടെ കൊണ്ട് ഒതുങ്ങുകയല്ല. നാം കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ തയ്യാറാക്കണം. സ്തോത്രം.
അതാ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ വചനത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാ പിതാവ് നിങ്ങളെ മഹത്വപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അതേ സ്തോത്രം. നമ്മൾ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ടിടയെത്തുന്ന ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മുടെ ചിലപ്പോൾ ഒരു യാത്രയുടെ മധ്യത്തിലായിരിക്കാം. ആ യാത്രയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അതാ ആ യാത്രയുടെ വിജയമെന്ന് പറയാം. നാം പോലും പ്രതീക്ഷിക്കാതെ ആ യാത്രയുടെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ടിടയായിത്തീരും. നാം പ്രാർത്ഥിക്കണം. നാം ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പേ, നാം ജോലിക്ക് പോകുന്നത്, കർത്താവെ ഇന്ന് ചില ഫലങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വരണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുക, അവരെ ബലപ്പെടുത്തുക, അവരെ ധൈര്യപ്പെടുത്തുക, എന്നെ ഉപയോഗപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരണം. ഇവിടെ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നിൽ കായ്ക്കത്ത് കൊമ്പൊക്കെ അവ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടുപ്പാക്കുന്നു. പ്രിയതേ മക്കളെ, ചില ചെത്തലുകൾ നമ്മെ തകർത്ത് കളയുവാനല്ല, നമ്മുടെ ഇല്ലായ്മ ചെയ്ത് കളയുവാനല്ല, മറിച്ച് എന്നിലും നിങ്ങളിൽ നിന്നും അധികം ഫലം പുറത്തു വരുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഹല്ലേലൂയ. അതേ തോട്ടക്കാരനായിരിക്കുന്ന നല്ല ഇടയനായിരിക്കുന്ന യേശു കർത്താവ് നമ്മെ പണിയുവാനായിട്ടിടയായി തീരുമ്പോ മുറിവും ചതവുകളൊക്കെ വരും. വചനത്തിൽ കാണുന്ന ചതഞ്ഞ ഓടെ അവൻ ഓടിച്ചു കളയില്ല, പുകയെന്ന തിരികെ കെടുത്തി കളയുകയില്ല. അതേ മുറിവുകൾ സംഭവിക്കുമ്പോഴും കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും ആ തോട്ടക്കാരനായിരിക്കുന്ന കർത്താവിനറിയാം, സ്തോത്രം, ഈ കരച്ചിലും ഈ കണ്ണുനീരും ഈ മുറിവൊക്കെയും സ്തോത്രം അതിൽ നിന്ന് പുതിയ മുളകൾ പൊട്ടി വരുന്നതിന് വേണ്ടിയാ. ഒരു വൃക്ഷത്തിന്റെ ശാഖ കട്ട് ചെയ്ത് കളയുമ്പോ ആ വെട്ടിയ ഭാഗത്ത് നിന്ന് അനേകം ശാഖകൾ പൊട്ടി പുറത്തു വരുന്നത് പോലെ അനേകം ഫലങ്ങൾ പുറത്തു വരുമെന്ന് നല്ല തോട്ടക്കാരനായിരിക്കുന്ന യേശു കർത്താവിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ എങ്ങനെയും വെട്ടി മുറിച്ച് കളയില്ല. ഒരു വൃക്ഷം നടന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചറിയാം, ആ ഒരു വൃക്ഷത്തെ പരിപാലനം ചെയ്തുകൊണ്ടാ ആ ഉടമസ്ഥൻ അതിനെ കട്ട് ചെയ്യുവാനായിട്ടിടയെത്തുന്നു. അതിനെ കിളർപ്പ് പൊട്ടി പുറത്തു വരത്തക്ക രീതിയിലുള്ള ഒരു കട്ടിങ്ങേ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ എന്നെ നിങ്ങളെയും കർത്താവ് ചെത്തി വെടിപ്പാക്കുന്ന നല്ല തോട്ടക്കാരനായിരിക്കുന്ന യേശു കർത്താവ് ചെത്തി വെടിപ്പാക്കുന്നത് നശിച്ചു പോകുന്നതിനല്ല, അത് ഇല്ലായ്മയായി പോകുന്നതിന് വേണ്ടിയല്ല, അതിന്ന് അനേകം ഫ്രൂട്ട്സുകൾ, അനേകം ഫലങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയം നിനക്ക് വേദന ഉണ്ടായെന്നിരിക്കാം, അല്പസമയം കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടായെന്നിരിക്കാം, പക്ഷേ അതിനകത്ത് നിന്ന് ഹല്ലേലൂയ ഒരു സന്തോഷത്തിന്റെ ദിനം വരത്തക്ക രീതി ഹല്ലേലൂയ നീ തളർത്ത് കൊളുത്ത് വന്ന് അതിന്ന് അനേകം മൊട്ടുകളിട്ട് അനേകം ഫലം കായ്ച്ച് നീ ലോകത്തിനൊരു വെളിച്ചമായി തീരുവാ, ലോകത്തിനൊരു പ്രകാശമായി തീരുവാ. കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോ ചെത്തി വെടുപ്പാക്കും ഹല്ലേലൂയ കഷ്ടതയാക്കുന്ന തീച്ചൂളെ കൂടി കർത്താവ് നിന്നെ കടത്തി വിടുമ്പോ നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്റെ ഒറ്റപ്പെടലുകൾ നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്റെ ചുറ്റുപാടും നിൽക്കുന്ന എനിക്ക് ചിലതിനെ പറിച്ചു മാറ്റുന്നത് നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞ് നിന്നെ നിരാശപ്പെടുത്തുവാനല്ല, കർത്താവിന്റെ ജീവൻ നിന്നിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി എത്രേ ക്രിസ്തുവിന്റെ വചനത്തിനകത്തേക്ക് നീ ഒന്ന് സ്വന്തമായിട്ട് വേരൂന്നതിന് വേണ്ടി എത്ര സ്തോത്ര. അതേ കഷ്ടത വരുമ്പോ നീ പലരെയും ഫോണെടുത്ത് വിളിച്ചെന്നിരിക്കാം, ആരും വിളി കേൾക്കണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല. എന്തിനു വേണ്ടിയാ? നീ തന്നെ ക്രിസ്തുവിങ്കിലേക്കൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയാ, നിന്നെ ക്രിസ്തുവാകുന്ന പാറമേലൊന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നാം ഭാരപ്പെടാറുണ്ട്, പക്ഷേ കർത്താവ് നിന്നെ ഒറ്റയ്ക്ക് വേണം. കാരണം കർത്താവിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്ന നിന്നിൽ പകർന്നു തന്നുകൊണ്ട് നിന്നെ ഫലമുള്ളതാക്കി പുറത്തു വരുവാൻ കഴിഞ്ഞ നാളുകള് നീ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരിക്കാം, എന്നാൽ പലപ്പോഴും വേണ്ടും വേണം നിനക്ക് ഫലം കായ്ക്കാൻ കഴിഞ്ഞിട്ടില്ലേക്ക്. 2025 ഫെബ്രുവരിയില് ഞാൻ പറയട്ടെ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? കർത്താവ് എന്നിൽ നിന്ന് അധികം ഫലം പുറത്തു കൊണ്ടുവരണമേ, എന്നെ ഉപയോഗപ്പെടുത്തണമേ, എന്റെ കുടുംബത്തിന്റെ, എന്റെ ദേശത്തിന്റെ ഹല്ലേലൂയ ഉപയോഗത്തിനായിട്ട്, അവരുടെ വിടുതലിനായിട്ട് എന്നെ ഒന്ന് ഉപയോഗപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, കർത്താവ് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിന്നിൽ നിന്ന് ഫലം പുറത്തു വരത്തക്ക രീതി കർത്താവ് നിന്നെ പണിയുവാനായിട്ട് ഇടയായിത്തീരും. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ.
അതേ സ്തോത്രം. ചിലർക്ക് കൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാം സ്തോത്രം, ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിടുന്ന വളത്തിന് അതിനെ പിടിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല, പലതിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയത്തിൽ. പക്ഷേ അതേ സ്തോത്രം, ചുറ്റുപാട് നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ മൂവ് ചെയ്ത് കളഞ്ഞിട്ട് നിന്നെ ഒറ്റയ്ക്ക് കർത്താവ് നിർത്തുന്നുണ്ടെങ്കിൽ, ചിലടത്ത് കർത്താവിന് നിന്നെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നിന്നിൽ കൂടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാ, നിന്നിൽ കൂടി ഫലം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. അങ്ങനെ ഇന്നത്തെ നിന്റെ ഒറ്റപ്പെടലുകളും, ഇന്നത്തെ നിന്റെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങള്, നിന്റെ തകർച്ചകളൊക്കെയും നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ അധികം ഫലം പുറത്തു കൊണ്ടുവരേണ്ടതിനായിട്ട് നിന്നെ പണിയുന്ന ഒരു ഘട്ടം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ടൈമിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നീ സുരക്ഷിതമാണ്. നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ആവശ്യമായ വെള്ളവും വളവും ഒക്കെയും വചനവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ എണ്ണയും നിന്റെ മുറിവുകളിലേക്ക് പകർന്നു തന്നുകൊണ്ട് കർത്താവ് നിന്നെ വളർത്തുവാനായിട്ട് ഇടയായിത്തീരാ. നീ ക്രിസ്തുവാകുന്ന വചനത്തിൽ വേരൂന്നിക്കൊണ്ട്, ആ വചനത്തിൽ വേരുന്നുകൊണ്ട് നീ അടിസ്ഥാനമിട്ട് വളരുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ഒരു കാറ്റിനോ ഒരു പേമാരിക്കോ ഹല്ലേലൂയ യാതൊരു വാക്കുകൾക്കോ യാതൊരു പ്രവർത്തികൾക്കോ അതിനെ ഇളക്കം വരുത്തുവാൻ ഇടയാകാതെ നീ ഉറച്ചു നിന്നുകൊണ്ട് ഏത് ഉഷ്ണത്തിലും ഫലം കായ്ക്കുന്ന രീതിയിൽ ഹല്ലേലൂയ നീ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ ഫലം അനേകം പേർക്ക് പ്രയോജനമായി തീരുവാനായിട്ട് ഇടയായിത്തീരാ. അവൻ ആറ്റിരത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇലവാടാത്തമായ ഒരു വൃക്ഷം പോലെ നിന്നെ പുറത്തെടുക്കുന്നതിന് വേണ്ടി എത്രേ കർത്താവ് നിന്നെ പണിയുന്നത്. സ്തോത്ര. കർത്താവ് നിന്നെ ചെത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ സ്തോത്ര, പലപ്പോഴും നാം ചെത്തണമേ പണിയണമേ എന്ന് പറയും. പക്ഷേ കർത്താവ് ഒന്ന് തൊട്ട് കഴിയുമ്പോ നമുക്ക് വേദന ഉളവാകും. നാം തിരിച്ചു പറയുവാനിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു പാത്രമാക്കി എന്നെ മെനഞ്ഞ് പുറത്തെടുക്കണമേ എന്നുള്ള ഒരു സമർപ്പണത്തോട്, ഒരു പ്രാർത്ഥനയോട് കൂടി ഈ ദിവസങ്ങളെ നാം ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്ര, നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ഒത്തിരി സീഡുകളുണ്ട്. ഹല്ലേലൂയ. ഫലത്തിന്റെ സീഡുകളുണ്ട്. ആ ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരാ. നീ ലോകത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ ജാതികളുടെ മധ്യത്തിൽ നീ ഒരു ദിവ്യ ജ്യോതിസുകളെ പോലെ നീ പ്രകാശിപ്പിക്കുന്നവളായി തീരുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ പ്രകാശം അനേകം പേർ കാണുവാനായിട്ട് ഇടയായിത്തീരാ. അനേകം പേർ ഇരുളി തപ്പി തടയുമ്പോ, പാപ അന്ധകാരത്തിൽ കിടക്കുമ്പോ, ഹല്ലേലൂയ രോഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുമ്പോ അവരിലേക്ക് നിന്നിൽ നിന്ന് ജീവൻ പ്രവഹിക്കത്തക്ക രീതിയിൽ കർത്താവ് നിന്നെ പണിതെടുക്കുവാനായിട്ടിടയത്തരും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പകൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും അധികം ഫലം ഉള്ളവരായി തീരണമെന്നത്രേ. കർത്താവിന്റെ ഒരു പ്രതീക്ഷയാണ് പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. നാം പലതും നമ്മുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ എത്തണം, അവർ ഉന്നത പദവിയിൽ എത്തണം, അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, പല പ്രതീക്ഷയോട് കൂടിയാണ് നാം ഒത്തിരി ബുദ്ധിമുട്ടി അവരെ വളർത്തുന്നത്. പക്ഷെ അപ്പോൾ നാം ഓർത്തുകൊള്ളണം, നാം കർത്താവിന്റെ മക്കളാണ്. കർത്താവ് നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് കോട്ടം വരുവാൻ ഞാനും നിങ്ങളും ഇടയാക്കരുത്. സ്തോത്ര. ആ കർത്താവിന്റെ പ്രതീക്ഷകൾ കൊത്തവണ്ണ ഞാനും നിങ്ങൾ വളരുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് പിതാവ് മഹത്വപ്പെടുന്നത്. ഞാനും നിങ്ങൾ ഈ ലോകത്ത് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ കൊത്തവണ്ണ അവർ വളർന്നു വരുവാനായിട്ട് ഇടയായി തീരുമ്പോ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ എന്നിലും നിങ്ങളിൽ കൂടി കർത്താവ് സന്തോഷിക്കണമെങ്കിൽ കർത്താവിന്റെ പ്രതീക്ഷകൾ കൊത്തവണ്ണ ഞാനും നിങ്ങൾ കയറി വരുവാൻ തയ്യാറാക്കണം, മൂവ് ചെയ്യുവാൻ തയ്യാറാക്കണം. അപ്പോഴാണ് സ്തോത്രം നമ്മിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്, ലോകം അത് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്ര. കർത്താവിന്റെ പ്രതീക്ഷകൾ കൊത്തവണ്ണം ഞാൻ നിങ്ങൾ ചലിക്കുവാൻ തയ്യാറാക്കണം. സ്തോത്ര. ഹല്ലേലൂയ. അതിനെതിരായിട്ട് നിൽക്കുന്നതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം. നാം പറയണം കർത്താവിന്, അപ്പൊ അങ്ങയുടെ പ്രതീക്ഷ എന്താണ്, അതെന്റെ ജീവിതത്തിൽ നിറവേറുവാൻ അങ്ങയുടെ ആഗ്രഹം എന്താണ്, അങ്ങയുടെ ഇച്ഛ എന്താണ്, അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മെ ഒന്ന് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം ഒത്തിരി നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാണുമായിരിക്കാം, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചലിച്ചു കാണുമായിരിക്കാം. പക്ഷെ പ്രിയ ദൈവ മക്കളെ സ്തോത്രം, ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മിൽ കൂടി ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നാം ചിലരൊക്കെ വെളിച്ചം കൊടുക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ കുറിച്ച് നാം പ്രതീക്ഷ വയ്ക്കുന്നത് പോലെ കർത്താവ് തന്റെ സ്വന്തം ജീവനെ തന്ന് തന്റെ പ്രിയ മക്കളാക്കി എന്നെ നിങ്ങളെ തീർത്തിരിക്കുമ്പോ നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ പ്രതീക്ഷകൾ കൊത്തവണ്ണം ഹല്ലേലൂയ ഞാനും നിങ്ങൾ ചലിക്കേണ്ടതിനായിട്ട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുക.
അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നല്ല കുശവനായിരിക്കുന്ന, നല്ല തോട്ടക്കാരനായിരിക്കുന്ന കർത്താവ് നമ്മെ പണിയട്ടെ. ഹല്ലേലൂയ. നമ്മെ മെനച്ച് രൂപാന്തരപ്പെടുത്തി എടുക്കട്ടെ. കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു പാത്രമാക്കി, കർത്താവിന് കൊള്ളാവുന്നുള്ളൊരു പാത്രമാക്കി, കർത്താവിന്റെ ജീവൻ നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോ ആ ജീവനെ നിലനിർത്തത്തക്ക രീതിയിൽ അതിനെ സ്തോത്രം ഹല്ലേലൂയ പുറത്തേക്ക് കളയുവാനല്ല, അതിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നാം കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ നാം മറ്റുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നാം പോലും അറിയാതെ നമ്മൾ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ ആ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ തയ്യാറാകുമ്പോ പ്രിയ ദൈവമക്കളെ, നീ ഒത്തിരി മറ്റുള്ളവരോട് പറയേണ്ടി വരികയില്ല. അവർ ചോദിക്കുക, നിന്റെ പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തില് നീ ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്നല്ലോ, എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ, ഈ സമാധാനം അനുഭവിപ്പാൻ, ഈ സന്തോഷം അനുഭവിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയാൽ അവർ കടന്നു വരുവാനിടയെത്തിരും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന് നമ്മെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. ഹല്ലേലൂയ. ആ പ്രതീക്ഷകൾക്കൊത്തോണം നാം ഫലം കാഴ്ച തുടങ്ങുമ്പോ പിതാവ് മഹത്വപ്പെടുവാനിടയെത്തിരും. അങ്ങനെയെങ്കിൽ എന്റെ നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ കൂടെ പിതാവ് മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം കർത്താവിന്റെ ശിഷ്യരായി നമുക്ക് തീരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ സ്തോത്ര. കർത്താവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ ഞങ്ങളെ ഓരോരുത്തരെ കുറിച്ച് അങ്ങേക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ, നല്ല ഫലം കായ്ക്കണമെന്ന്. കർത്താവെ, ഞങ്ങളിൽ നിന്ന് കർത്താവെ ഈ ദിവസങ്ങളിൽ നല്ല ഫലമുള്ളവരായി ഞങ്ങൾ പുറത്തു വരുവാ. അങ്ങയുടെ പ്രതീക്ഷകൾക്ക് ണം ഫലം കായ്ച്ചുകൊണ്ട് പിതാവ് മഹത്വപ്പെടുത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവം ഒരുക്കിയെടുക്കുമറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അങ്ങയുടെ ജനത്തിന്റെ ഭാരമേറിയ വിഷയങ്ങളുടെ മധ്യത്തിലൊക്കെയാ ദൈവത്തിന്റെ കരം ചലിക്കണമേ. വേദനയിലും ഭാരത്തിലും രോഗത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വചനത്താൽ അവർ ഉറപ്പിക്കണമേ. ചില വേദനകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില മുറിവുകൾ ഹല്ലേലൂയ തകർത്തു കളയുവാനല്ല, കർത്താവിന് കയ്യിലിണങ്ങി ഒരു പാത്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് അപ്പൊ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പുറത്തു വരുവാൻ, കർത്താവിൽ വസിക്കുവാൻ, കർത്താവിന്റെ വചനത്തിൽ വസിക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് അധികം ഫലമുള്ളവരായി പുറത്തു വരുവാൻ തന്റെ ജനത്തെ ദൈവം ബലപ്പെടുത്തണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.